എല്ലാവർക്കും ഫ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാനിവിടെ PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ച മാത്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏതാണ്? അറേബ്യ, ഈജിപ്റ്റ്, ഇന്ത്യ, ഇംഗ്ലണ്ട്. ഇന്ത്യയാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. x minus a into x minus b into x minus c into etc. x minus z equal to എത്ര ആണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ വന്ന് നമുക്കൊരു ടേം കിട്ടും. x minus a into x minus b into x minus c into etc. x minus x ഒരു ടേം വരും. അപ്പോൾ ഗുണനഫലം എന്തുമായി പോകും? 0. ഓപ്ഷൻ എ ആണ് ഉത്തരം. x minus a into അല്ലെ m minus a into m minus b into m minus c etc. m minus z എന്ന് പറഞ്ഞാലും m minus m എന്നൊരു ടേം വരും. അപ്പൊ 0 ആയിപ്പോ ഗുണനഫലം ആയതുകൊണ്ട് 0. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര? അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ അഖണ്ഡ സംഖ്യകൾ 0, 1, 2, 3 എക്സെട്ര എണ്ണ സംഖ്യകളുടെ കൂടെ 0 എന്ന് ഉൾപ്പെടുത്തണം. അപ്പൊ ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു എന്ന് പറയുമ്പോൾ അതൊന്ന് 0 ആയി പോകും. ഉത്തരം 0 ആണ്. കാരണം ഗുണനഫലം എന്ന് പറയുമ്പോൾ 0 കൊണ്ട് ഏതൊരു സംഖ്യ ഗുണിച്ചാലും വാല്യൂ 0 ആയി പോകും. ആദ്യത്തെ 25 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാൽ 0. ഇവിടെ 1 മുതൽ 100 വരെ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ 100 വരെ എത്ര ഒറ്റ സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 100/2. അതായത് 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളും ഉണ്ട്. എന്നിവിടെ എത്ര 100 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 50. അപ്പൊ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാനുള്ള ഫോർമുല n². അതായത് 50². 2500 വരും. ഓപ്ഷൻ എ ആണ് n². ഇവിടെ 100 വരെ ഇവിടെ 100 വരെ, അതായത് ഇവിടെ ഈവൻ നമ്പർ ഇരട്ട സംഖ്യ ആണെങ്കിൽ അതിന് നേരെ പകുതി എടുത്താൽ മതി. 100 വരെ ആകെ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളുമാണുള്ളത്. അപ്പൊ n ഇവിടെ 50. അപ്പൊ തുടർച്ചയായ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പറയാം n². n ആകെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 50. അപ്പൊ n 50 ആണ്. അപ്പൊ തുക കാണാൻ n² സമം 50² സമം 50 ഗുണം 50. 50 ഗുണം 50. 5 25 പിന്നെ 2 0 കൂടെ വരും. 2500. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക, അതായത് 1 മുതൽ 29 വരെ, അതായത് ഇവിടെ ഒറ്റ സംഖ്യയാണ് ചോദിച്ചെങ്കിൽ n കാണാൻ വേണ്ടി അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. 29 + 1 30/2, അതായത് 15. n എത്രയാണ്? 15. ഇവിടെ ചോദിച്ചേക്കുന്ന 1 മുതൽ 29 വരെ തന്നിരിക്കുന്ന ഒരു ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. 30/2. 29 + 1/2 30/2 15. അപ്പൊ n എത്രയാണ്? 15 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പൊ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n². ഇവിടെ n 15 ആണ്. അതുകൊണ്ട് 15² സമം 225. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². ഇവിടെ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ്? 100. തുക ഇനി തന്നിട്ടുണ്ട്. അതായത് n² എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് √100. 100 ഏതിന്റെ സ്ക്വയർ ആണ്? 100 ഏതിന്റെ സ്ക്വയർ? 10ന്റെ സ്ക്വയർ ആണ് 100. അപ്പൊ 10 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? അതായത് 25. n എന്ന് പറയുന്നത് 25 എണ്ണം n തന്നിട്ടുണ്ട്. അപ്പൊ 25² n². ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക n². ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക 25². അതായത് 625 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 3 ഒന്നുകൾ എന്ന് പറഞ്ഞാൽ 3 3 ഗുണം 1 3 3 എന്ന് പറയാൻ 3.000 എന്ന് എടുക്കാം. 2 10 എന്ന് പറഞ്ഞാൽ 2 × 10. അതായത് 2 ഗുണം 1 2/10 എന്ന് പറഞ്ഞാൽ 0.2 0.200 എന്ന് എഴുതാം കൂട്ടാൻ സൗകര്യത്തിന്. ഇനി അടുത്തത് 3 1000 എന്ന് പറയാൻ 3 ഗുണം 1001 3 ഗുണം 1000. ഇവിടെ ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് 2 0 പോയിന്റ് 1000 ആണ്. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം വേണം. അപ്പം 3 ഒരു സംഖ്യ ഉള്ളതുകൊണ്ട് 3 എണ്ണം വേണ്ട. 2 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് താഴെ എഴുതി കൂട്ടിയാൽ 3.000 0.200 എന്ന് എഴുതാം കൂട്ടാൻ സൗകര്യത്തിന്. 3000 എന്ന് പറയാൻ 3 ഗുണം 1/1000 0.003 ഒറ്റ സംഖ്യ ഉള്ളതുകൊണ്ട് 2 0 കൂടെ കൊടുത്തു. താഴെ എഴുതി കൂട്ടും 3.203. ഓപ്ഷൻ ബി ആണ് ഉത്തരം.
ഇവിടെ സംഖ്യാരേഖയിൽ 0 നടുക്ക് വരും, വലത്തോട്ട് സംഖ്യകൾ കൂടി കൂടി വരും പോസിറ്റീവ് നമ്പേഴ്സ്. ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് 2 എണ്ണം ഉള്ളത്, അല്ല 0, 100. അപ്പോൾ അത് രണ്ടും വലിയ സംഖ്യയാണ്. ഇനി 0യ്ക്ക് ഇടത്ത് വശത്തോടുള്ള നെഗറ്റീവ് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ചെറുതാണെന്ന് വെച്ചാൽ -50, -100. ഇതിൽ സംഖ്യയുടെ വാല്യൂ നോക്കണ്ട, നെഗറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറുത്. ഇടത്തോട്ട് വരുന്തോറും ഇങ്ങനെ വന്ന് -50 പിന്നെയും കുറഞ്ഞു വരുമ്പോഴാണ് -100. സംഖ്യയുടെ വലിപ്പം നോക്കണ്ട, നെഗറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും ചെറുത്, അതായത് -100 ആണ് ഏറ്റവും ചെറുത്. 114.5 5ൻ്റെ സ്ഥാനം എത്ര? പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ സംഖ്യ ചോദിച്ചെങ്കിൽ 10-1, പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സംഖ്യ ചോദിച്ചെങ്കിൽ 100-1. അപ്പം 113.24 4ൻ്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനമായതുകൊണ്ട് 100-1, പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സംഖ്യ വെച്ചെങ്കിൽ 1000-1. ഇവിടെ പോയിന്റ് 5 114.5 അതിൽ 5ൻ്റെ സ്ഥാനം ചോദിച്ചാൽ പോയിന്റ് കഴിഞ്ഞ് ആദ്യത്തെ ആയതുകൊണ്ട് 10-1, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ വീഡിയോ വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ശ്രീമാസ്റ്റർ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.